ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ തന്നെ ഞാനും ഏട്ടനും റെഡിയായി നിൽക്കുന്നത് എവിടേക്കാണെന്നല്ലേ. ഏട്ടൻ്റെ തറവാട് ക്ഷേത്രത്തിൽ നിന്ന് ഉത്സവമാണ്, താന്നൂരാണ്. അങ്ങനെ ഏട്ടൻ്റെ ചാവി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡോറ് മോള് ലോക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആളാണ് ലോക്ക് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചാവിയും ഹെൽമെറ്റും ഒക്കെ എടുത്ത് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് വണ്ടിയില്ല ഗൈസ്. വണ്ടി ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണുള്ളത്. അങ്ങനെ ഇതാ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടുന്ന് ഏകദേശം ഒരു 4-4.5 കിലോമീറ്റർ ഉണ്ട് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ. അപ്പം ഏട്ടൻ വേറൊരു ഫ്രണ്ടിനെ വിളിച്ചു, കുഞ്ഞാപ്പൂ എന്നാണ് ഏട്ടൻ്റെ പേര്. അങ്ങനെ ഏട്ടൻ ഓട്ടോ ആയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ തൊട്ടടുത്തുള്ള പുജാപ്പ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ ക്ഷേത്രം അടച്ചിട്ടുണ്ട്. ഞങ്ങൾ പുറത്തുനിന്ന് തൊഴുത് അപ്പോഴത്തേക്ക് ഇതാ ഓട്ടോ എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഓട്ടോയിൽ കയറി അങ്ങനെ ഞങ്ങൾ വെള്ളയിലെത്തി. അത് അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഫറൂഖ് പാലം കണ്ടു. അവിടെ നിങ്ങൾക്കറിയാലോ, ലൈറ്റൊക്കെ വെച്ച് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ കൂടി പോവാൻ. അങ്ങനെ ഞങ്ങളുടെ സ്ഥലത്തെത്തി കേട്ടോ. അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഏകദേശം ആഘോഷവരവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്ഷേത്രം, നെയ്തല്ലൂർ ദേവി ക്ഷേത്രമാണ് കേട്ടോ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പേര്. അവിടുത്തെ അമ്പലത്തിലുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പരിപാടിയൊക്കെ കണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, തൊഴുതത്. അവിടുന്ന് തൊഴുത് ഞങ്ങൾ നേരെ ആഘോഷവരവ് കാണാനായിട്ട് നിന്ന്. അവിടെ ഒന്നും പറയാനില്ല, മക്കളൊക്കെ ഭയങ്കര വൈബാണ്. ഒന്നാമത് ആ ബാൻഡടിയും ചെണ്ടക്കൊട്ടും എല്ലാം കൂടി ആകുമ്പോൾ തന്നെ നല്ല രസമാണല്ലോ. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി നമ്മൾ ചാലിയം ബീച്ചിലേക്ക് പോയി. അവിടെ ഞങ്ങൾ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറങ്ങാൻ നിന്നില്ല, കാരണം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടല്ലോ. ഞങ്ങളിതുവരെ പോയിട്ടില്ല ചാലിയം ബീച്ചിൽ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് കണ്ടിട്ട് വരാൻ ചോദിച്ചു. നൈറ്റാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത്. ഇതൊക്കെ ഇനിയിപ്പോൾ ഷോപ്പാണോ എന്താണ് അവിടെ വരാൻ പോകുന്നതിനെ കുറിച്ച് എനിക്കറിയില്ല കേട്ടോ. അവിടെ ഇപ്പോൾ എന്തായാലും ഓപ്പണിംഗ് ഒന്നും ആയിട്ടില്ല. ഞങ്ങൾ അവിടെയൊക്കെ കണ്ട് അതൊക്കെ ഒന്ന് എന്താ പറയുക കണ്ട് എല്ലാം ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ വരുന്നില്ല. അപ്പോൾ അതൊന്ന് നേരിട്ട് കാണാമെന്ന് വിചാരിച്ച് പോയതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ സമയം നോക്കുമ്പോൾ 11:30 ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, എനിക്കും ഏട്ടനും മോൾക്കും ഒക്കെ. അപ്പോൾ ഇനി എന്തായാലും കോഴിക്കോട് ബീച്ച് അവിടെ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് പോവുകയാണ്. ആ സമയം 12:06 AM ആണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഹോട്ടലിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫ് ഇസ്റ്റു, അതുപോലെ തന്നെ കണ്ണ് വെച്ച പത്തിരി, പിന്നെ അതുപോലെ തന്നെ സാധാരണ അരിപ്പത്തിരി, പിന്നെ അതുപോലെ പൊറോട്ട. അപ്പോൾ ഇതാണ് കേട്ടോ കണ്ണ് വെച്ച അരിപ്പത്തിരി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരിപ്പത്തിരി നമ്മൾ പൂരി പോലെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നത്, അതാണ് നമ്മൾ കണ്ണ് വെച്ച പത്തിരി. പക്ഷേ വിശന്നിട്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം തന്നെ സൂപ്പറാണ്. അത് ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ നമുക്ക് ഓരോ ചായ കിട്ടിയാൽ കൊള്ളുന്നുണ്ട്, കാരണം സമയം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു തലവേദന ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ചായ കിട്ടിയാൽ നന്നായിരിക്കും. അങ്ങനെ ഏട്ടനും മോളും ഓരോ ലെമൺ ടീ ഓർഡർ ചെയ്ത്. ഞാനാണെങ്കിൽ ചായ തന്നെ കേട്ടോ ഓർഡർ ചെയ്തത്. ഞാൻ ചായൻ്റെ അഡിക്റ്റാണ്. അങ്ങനെ ഇത് ചായ കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമായി. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വണ്ടിയെടുത്ത് ബീച്ചിലേക്ക് കൂടിയാണ് കേട്ടോ പോകുന്നത്. ബീച്ച് ഇപ്പോഴും ഓണാണ് കേട്ടോ, അത്യാവശ്യം നന്നായി തന്നെ അവിടെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിത് അവിടുത്തെ ജസ്റ്റ് വീഡിയോ ഇട്ടതാണ്. സമയം 12:30 ആയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം. ബീച്ചിലേക്കൊന്നും ഇറങ്ങാൻ നിന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.